ജോയ്സ് മേയർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യാൻ സാധ്യമാക്കിയത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ദൈവം പറയുന്നതെല്ലാം ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് തീർച്ചയായും നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ഞാൻ ജോയ്സ് മേയർ. ദൈവം നിങ്ങളുടെ എല്ലാ മുറിവുകളെയും സൗഖ്യമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ശ്രദ്ധിക്കാഞ്ഞാൽ എൻ്റെ മനോനില മോശമാകാറുള്ള ചില ദിവസങ്ങളെപ്പോലെ ആവും ആ ദിവസം എന്നെനിക്ക് തോന്നി. അന്ന് രാവിലെ ഞാൻ കാപ്പി കുടിക്കുമ്പോൾ സ്വയസഹതാപം എന്ന ചെറിയൊരു ചിന്ത എനിക്ക് തോന്നുകയുണ്ടായി. ജോലി ജോലി ജോലി, അത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. എന്നാൽ ദൈവം എൻ്റെ ആത്മാവിൽ വളരെ വ്യക്തമായി എന്നോട് സംസാരിച്ചു. ദൈവം പറഞ്ഞു, നിന്റെ ജീവിതം നീ തന്നെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഉടൻ തന്നെ ഞാനൊരു സന്ദേശം തയ്യാറാക്കി. കാരണം ദൈവം എന്നോട് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. വേണമെങ്കിൽ നിന്റെ ജീവിതം ദുസ്സഹമാക്കാനാവും, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. അതെ, എന്ത് ചെയ്യണം എന്നെനിക്കറിയാം. സ്വയസഹതാപം തോന്നാൻ തുടങ്ങുമ്പോൾ തന്നെ ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും ചിന്തിച്ച് നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് ദൈവത്തിന് നന്ദി പറയാം. കാരണം ആ മോശമായ ചിന്തകൾ സാത്താൻ നിങ്ങളുടെ മനസ്സിൽ വിതയ്ക്കുവാനായി ശ്രമിക്കുന്ന വിത്തുകളാണ്. എന്നാൽ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അതിന് വെള്ളമൊഴിച്ചു കൊടുത്താൽ അത് നിങ്ങളുടെ വികാരങ്ങളെ ബാധിക്കും. അതുപോലെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെയും ഒരു ദിവസം മുഷിപ്പുള്ളതാക്കാൻ വാക്കുകൾക്ക് സാധിക്കും. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. പാഴാക്കാൻ നമുക്കിനി ദിവസങ്ങളില്ല. അതിനാൽ ഞാൻ 3 ഭാഗങ്ങളുള്ള നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഉണ്ടാക്കുന്നു എന്ന സീരീസ് ചെയ്യും. അനേകം നല്ല കാര്യങ്ങളെക്കുറിച്ചും നാം ചർച്ച ചെയ്യുന്നതായിരിക്കും. ഡേവിനെക്കുറിച്ചുള്ള ഒരു പുതിയ കഥയും ഞാൻ പറയും. പറയാനുള്ള സന്ദർഭത്തിൽ ഒരു പോയിന്റിൽ അത് താനെ പുറത്തു വരും. ഒന്നാമതായി, നാം ജീവിതം ആസ്വദിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്ന് ബൈബിളിൽ വ്യക്തമാക്കുന്നുണ്ട്. നമുക്കോരോരുത്തർക്കും ഒരു നല്ല ജീവിതം ഉണ്ട്. യോഹന്നാൻ 10:10 3 വ്യത്യസ്ത പരിഭാഷകളിൽ വായിച്ചു കേൾപ്പിക്കാം. കള്ളൻ മോഷ്ടിക്കും, വധിക്കും, നശിപ്പിക്കും. പക്ഷേ ഞാൻ വന്നത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും ആകാത്ത ഒരു മികച്ച നിത്യജീവിതം നൽകാൻ വേണ്ടിയാണ്. ഇത് മെസ്സേജ് ബൈബിളിലേതാണ്. ഇനി ആംപ്ലിഫൈഡ് ബൈബിൾ, കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും വധിക്കാനും നശിപ്പിക്കാനും മാത്രമാണ്. ഞാൻ വന്നത് നിങ്ങൾക്കൊരു സന്തുഷ്ട ജീവിതം ധാരാളമായി നിറഞ്ഞ കവിയോളം നൽകണം എന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ ജീവിതം നന്നായി ആസ്വദിക്കുന്നുണ്ടോ? യോഹന്നാൻ 10:10 എനിക്ക് പ്രധാനപ്പെട്ടതാണ്. കാരണം ഞാൻ വളർന്ന സമയത്ത് ഒരു കുട്ടിത്വം ആസ്വദിക്കാനായില്ല. ആരോഗ്യവാന്മാരായ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു കുട്ടിപ്രായമുണ്ടായിരിക്കും. ജോലി ചെയ്യാനും നാം പഠിക്കണം, അതേസമയം കളിക്കാനും. എനിക്ക് ജോലി ചെയ്യാൻ മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. കാരണം ഞാൻ വളർന്നപ്പോൾ ജോലി ചെയ്യുകയായിരുന്നെങ്കിൽ എനിക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല. പക്ഷേ ചിരിച്ചതിന് ഞാൻ പ്രശ്നത്തിലായത് ഇന്നും ഓർക്കുന്നു. എൻ്റെ ഉള്ളിൽ ഒരു കുട്ടിപ്രായം ഇല്ലായിരുന്നു. എന്നാൽ ജീവിതം സന്തോഷിക്കുന്നത് തെറ്റല്ല എന്ന് ദൈവം എനിക്ക് പഠിപ്പിച്ചു തന്നു. എന്നെങ്കിലും സന്തോഷിക്കുമ്പോൾ എനിക്ക് കുറ്റബോധം തോന്നും. കാരണം എനിക്ക് എന്തോ ചെയ്യാനുണ്ട് എന്ന തോന്നൽ എനിക്കുണ്ടാവും. യോഹന്നാൻ 10:10 ന്യൂ ലിവിംഗ് ടെസ്റ്റമെന്റിൽ കള്ളന്റെ ഉദ്ദേശം മോഷണവും കൊലയും നശീകരണവുമാണ്. എൻ്റെ ഉദ്ദേശം ജനങ്ങൾ സമൃദ്ധിയോടെ തൃപ്തിയുള്ള ജീവിതം നയിക്കണമെന്നാണ്. തൃപ്തിയുള്ള ജീവിതം. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ജീവിതം തരാനാണ് യേശു വന്നത്. എന്തുകൊണ്ടാണ് എല്ലാവർക്കും അത് ഉണ്ടാവാത്തത്? ചിലർക്ക് മാത്രം അത് ഉണ്ടാവുന്നതും മറ്റുള്ളവർക്കില്ലാത്തതും എന്തുകൊണ്ട്? അത് ദൈവത്തിൻ്റെ തെറ്റല്ല. കാരണം ദൈവം ഒരു വ്യക്തിയെ മാനിക്കുന്നവനല്ല. ദൈവത്തിന് ഒരാളോട് മാത്രം പ്രത്യേകതയില്ലെന്ന് ബൈബിൾ പറയുന്നു. നമ്മൾ എല്ലാവരും അവന് വേണ്ടപ്പെട്ടവരാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും
തുല്യമായി സ്നേഹിക്കുന്നുണ്ട്. ഒരാളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ വേറൊരാളെ സ്നേഹിക്കുന്നില്ല. ആവർത്തന പുസ്തകം 10:17 ആംപ്ലിഫൈഡ് ബൈബിളിൽ, നിങ്ങളുടെ ദൈവമായ യഹോവ ദേവാധിദൈവവും കർത്താധികർത്താവുമായി വല്ലഭനും ഭയങ്കരനുമായ മഹാദൈവമല്ലോ, അവൻ മുഖം നോക്കുന്നില്ല, പ്രതിഫലം വാങ്ങുന്നുമില്ല. റോമർ 2:11 ദൈവം ആരോടും മുഖഭക്ഷം കാണിക്കുന്നില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ഒരാളേക്കാൾ കൂടുതൽ പ്രാധാന്യം മറ്റൊരാൾക്കില്ല. അതിനാൽ ഒരാൾക്കൊരു നല്ല ജീവിതം ഉണ്ടാവുന്നത് കണ്ടാൽ ഇങ്ങനെ കരുതാൻ പാടില്ല, അത് നിങ്ങൾക്ക് ഭാഗ്യമുള്ളത് കൊണ്ടാ, അല്ലെങ്കിൽ നിങ്ങൾ വലിയ സമ്പത്തുള്ളവരുടെ വീട്ടിലാണ് ജനിച്ചത്. ആർക്കെങ്കിലും ഒരു നല്ല ജീവിതമുണ്ടെങ്കിൽ അവർക്ക് സന്തോഷവും സംതൃപ്തിയും സന്തുഷ്ടിയും അനുഗ്രഹവും ആത്മവിശ്വാസവും ശക്തിയും ഉണ്ടാവും. അതിനൊരു കാരണമുണ്ട്. അവർക്ക് ദൈവത്തോടൊത്ത് ശക്തമായ ഒരു നല്ല ബന്ധമുള്ളതാണ് അതിന് കാരണം. അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അവർ ദൈവത്തിന് മുൻഗണന നൽകുന്നു. അപ്പോസ്തലപ്രവൃത്തി 10:34-35 അപ്പോൾ പത്രോസ് വായു തുറന്നു പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കും എന്നും ഞാനിപ്പോൾ യഥാർത്ഥമായി ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കും മറ്റുള്ളവർക്കുള്ള അതേ അവസരം ദൈവം തന്നിട്ടുണ്ട് എന്നറിയിക്കുവാനാണ് ഞാനിത് വായിക്കുന്നത്. ദൈവത്തിന് എല്ലാവരും തുല്യരാണെന്നാണ് ഞാനിപ്പോൾ പറയുന്നത്. ആമേൻ. 35 വാക്യം പറയുന്നു, ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കും. ദൈവത്തോടുള്ള ഭയം നമുക്കുണ്ടാവണം. ദൈവഭയത്തെയും ഭക്തിയെയും കുറിച്ച് നാം കൂടുതൽ സന്ദേശങ്ങൾ കേൾക്കുന്നില്ല. ഞാനൊരിക്കൽ ഒരു ആപ്പിൽ ഒരു ചെറുപ്പക്കാരനെ കണ്ടു. അയാളെ എന്താണ് വിളിക്കാറെന്നറിയില്ല. അവനൊരു 20 വയസ്സെങ്കിലും ഉണ്ടാവും. അവൻ പറഞ്ഞു, നമ്മുടെ തലമുറകൾ എന്തുകൊണ്ടാണ് നശിക്കുന്നത് എന്നെനിക്കറിയാം. അവർ ഭ്രാന്തമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് കാരണം ഇതാണ്, അവർക്ക് ദൈവഭക്തിയും ഭയവും ഒട്ടുമില്ല. ദൈവം നമ്മുടെ സുഹൃത്താണെന്നറിയുന്നത് നല്ലതാണ്. അവൻ ദയാലുവും സ്നേഹവാനും കരുണാമയനും ക്ഷമാശീലനുമാണ്. എന്നാൽ ദൈവത്തിന് മറ്റൊരു ഭാഗവും കൂടിയുണ്ട്. നമുക്ക് ദൈവത്തോട് ഭയവും ദൈവഭക്തിയും ഉണ്ടാവണം. കാരണം ദൈവം പറയുന്നത് പ്രവർത്തിക്കുന്നവനാണ്. അവൻ ചെയ്യുമെന്ന് പറഞ്ഞ കാര്യം തീർച്ചയായും അവൻ ചെയ്യും. ഒന്നുകിൽ അനുഗ്രഹത്തിന്റെ കീഴിൽ ജീവിക്കാം, അല്ലെങ്കിൽ ശാപത്തിന്റെ കീഴിൽ. തീരുമാനം നിങ്ങളുടേതാണ്. നമ്മൾ സ്വതന്ത്ര തീരുമാനങ്ങൾ എടുക്കാൻ സൃഷ്ടിക്കപ്പെട്ടു. അതായത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളുടെ ഉത്തരവാദിത്വം എടുക്കേണ്ടത് നാമാണ്. നിങ്ങൾക്ക് സംഭവിക്കുന്നതിനും ഉത്തരവാദികൾ നിങ്ങളായിരിക്കില്ല, പക്ഷേ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിൻ്റെ ഉത്തരവാദം നിങ്ങൾക്കാണ്. ഇതൊരിക്കൽ കൂടി പറഞ്ഞാൽ നന്നായിരിക്കുമല്ലേ? നിങ്ങൾക്ക് സംഭവിക്കുന്ന എല്ലാറ്റിൻ്റെയും ഉത്തരവാദികൾ നിങ്ങളായിരിക്കില്ല. കാരണം ജനങ്ങൾ നിങ്ങളെ വേദനിപ്പിക്കും, മോശമായി പെരുമാറും, നിങ്ങളെ ഉപയോഗിച്ച് നശിപ്പിക്കും, നിങ്ങളെ ഉപേക്ഷിക്കും, നിങ്ങളെ ത്യജിക്കും, നിങ്ങളോട് നുണ പറയും. ഇതെല്ലാം നിങ്ങളെ വേദനിപ്പിക്കും. അവർ നിങ്ങളോട് ചെയ്യുന്നതിന് ഉത്തരവാദികൾ നിങ്ങളല്ല, പക്ഷെ അതിനോട് പ്രതികരിക്കുന്നതിൻ്റെ ഉത്തരവാദം നിങ്ങൾക്കാണ്. അച്ഛൻ എന്നെ ലൈംഗിക പീഡനം ചെയ്തു. അതുമാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അന്ന് എനിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു എന്നെനിക്കറിയില്ല. പക്ഷേ ഞാൻ മുതിർന്ന കുട്ടിയായിരുന്നില്ല. അച്ഛൻ പട്ടാളത്തിലായിരുന്നു. അപ്പോഴായിരുന്നു ഞാൻ ജനിച്ചത്. 1943 രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടായപ്പോൾ 3 വയസ്സുവരെ ഞാൻ അദ്ദേഹത്തെ ഒരിക്കലേ കണ്ടിട്ടുള്ളൂ. ഒരു 4, 5, 6 വയസ്സുള്ളപ്പോഴായിരിക്കും അദ്ദേഹം എന്നെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ആരംഭിച്ചത്. അത് ക്രമേണ മറ്റൊരു ലെവലിലേക്ക് കടന്നു. ഇത് 18ാമത്തെ വയസ്സിൽ ഞാൻ വീട് വിടുന്നതുവരെ തുടർന്നു. അദ്ദേഹം എന്നെ ഉപദ്രവിക്കുന്നത് അമ്മ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഞാനും പറഞ്ഞിരുന്നു. പക്ഷേ 30 വർഷങ്ങൾക്ക് ശേഷം അമ്മ എന്നോട് പറഞ്ഞു, അച്ഛൻ നിന്നോട് ചെയ്തത് തടയാഞ്ഞതിന് ക്ഷമിക്കണം, അപവാദം സഹിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു.
അപ്പോൾ അത് അമ്മയുടെ ഭാഗത്തുണ്ടായ സ്വാർത്ഥത തന്നെയായിരുന്നു. അമ്മയ്ക്ക് നാണം കെടാൻ വയ്യായിരുന്നു. അതുകൊണ്ട് അവർ അറിഞ്ഞുകൊണ്ട് തന്നെ അതിന് അനുവദിച്ചു. പീഡനത്തിനിരയാവാൻ എന്നെ വിട്ടുകൊടുത്തു. അതിന് ദൈവത്തിന് ഉത്തരമുണ്ടായിരുന്നു. നമുക്കൊന്നും ചെയ്യാനാവില്ലെന്ന് നാം കരുതുന്നു. പക്ഷേ ദൈവം പറയുന്നു, ശത്രുക്കളോട് നിങ്ങൾ ക്ഷമിപ്പിൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ, അവർക്ക് സഹായം വേണമെങ്കിൽ അവരെ സഹായിക്കുവിൻ എന്നും കൂടി പറയുന്നു. എന്നാൽ നമ്മുടെ മനസ്സിങ്ങനെ പറയും, ഇത് അസംബന്ധമാണ്, ഇത് ഒട്ടും തന്നെ ശരിയായ രീതിയല്ല, അങ്ങനെ അത് അർത്ഥമില്ലാത്തതാണെന്ന് കരുതുന്നു. നമ്മൾ അങ്ങനെ വിചാരിച്ച് അപ്രകാരം ചെയ്യാൻ നാം തയ്യാറാവുന്നില്ല. പക്ഷേ നിങ്ങൾ ചെയ്യണമെന്ന് ദൈവം പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ സംഭവിക്കുന്നത് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും. ആമേൻ. അങ്ങനെ അവരെന്നോട് ചെയ്തതിന് ഉത്തരവാദി ഞാനല്ലായിരുന്നു. അത് കാരണം എനിക്ക് അനേകം പ്രശ്നങ്ങൾ ഉണ്ടായി. എന്നാൽ സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനുള്ള പക്വത എനിക്കുണ്ടായപ്പോൾ അവർ എന്നോട് ചെയ്തതിന് ഞാൻ എടുത്ത ഓരോ ശരിയായ തീരുമാനവും മുറിവുകൾ ഉണക്കാനുള്ള എൻ്റെ ചുവടുകളായിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയാം, മറ്റുള്ളവർ നിങ്ങളോട് ചെയ്യുന്നതിന് ഉത്തരവാദികൾ നിങ്ങളല്ല. പകരം അതിനോടുള്ള നിങ്ങളുടെ പ്രതികരണത്തിന് നിങ്ങളാണ് ഉത്തരവാദികൾ. ജനങ്ങൾ നിങ്ങളോട് ചെയ്ത അന്യായങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാൽ അതുകൊണ്ട് ദൈവം നിങ്ങളെ ശക്തിയും തികവും ഉള്ളവരാക്കി നിങ്ങളോട് അനുകമ്പ കാണിക്കാനും സ്നേഹിക്കാനും മറ്റുള്ളവരെ ഉപയോഗിക്കുന്നതായിരിക്കും. അതല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും നിങ്ങളോട് സഹതപിച്ചുകൊണ്ട് ജീവിതം നയിക്കാം. നിങ്ങൾക്ക് സംഭവിച്ചതിന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വിദ്വേഷത്തോടെയും കയ്പോടെയും പകയോടെയും വെറുപ്പോടെയും ജീവിക്കാം. ഇത് നിങ്ങളെ സഹായിക്കില്ല. അത് നിങ്ങൾക്കോ മറ്റുള്ളവർക്കോ ഒരു നന്മയും ഉണ്ടാക്കാൻ പോകുന്നില്ല. അതിനാൽ ഇന്ന് നിങ്ങളിൽ ചിലർ ഒരു തീരുമാനമെടുക്കേണ്ടതായിരിക്കും. ഞാൻ നിങ്ങളോട് മാത്രമല്ല ഇത് പറയുന്നത്, TV-യിൽ ഇത് കാണുന്നവരോടും മറ്റു മാധ്യമങ്ങളിലൂടെ കാണുന്നവരോടും കൂടിയാണ് പറയുന്നത്. ദൈവഹിതപ്രകാരം പ്രവർത്തിക്കും എന്ന് നാം തീരുമാനം എടുക്കണം. നിങ്ങളുടെ ജീവിതം നിങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഒരു നല്ല ജീവിതം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ദൈവം പറയുന്നുണ്ട്. നമുക്ക് നല്ലൊരു ജീവിതം തരാൻ അവൻ ഉദ്ദേശിക്കുന്നു. അതിന് നാം അവന്റെ പദ്ധതികൾ പിന്തുടരണം. അവൻ നമ്മുടെ പ്ലാൻ പിന്തുടരില്ല. ആമേൻ. ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിച്ച് ആരാധനയോടെയും അനുസരണയോടെയും നേരായി നടക്കുന്നവരെ അവൻ തീർച്ചയായും സ്വീകരിക്കുകയും അവരെ ഏറ്റെടുക്കുകയും അംഗീകരിക്കുകയും ചെയ്യും. ഇനി ആരോടും പ്രത്യേകത കാണിക്കരുതെന്ന് ദൈവം കൽപ്പിക്കുന്നു, അഥവാ വേർതിരിവ്. ജനങ്ങളോട് നാം നന്നായി പെരുമാറണം. നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിക്കുന്ന ചിലരോട് മാത്രമല്ല, പകരം വളരെ താഴ്ന്ന നിലയിലുള്ളവരെ കണ്ടുപിടിച്ച് അവരെ മുകളിലേക്ക് ഉയർത്തി അവർക്ക് സ്വയം ആത്മധൈര്യം നൽകണം. ദൈവം ഈ വചനം സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഇതെനിക്കിഷ്ടമാണ്. ആരായാലും കിട്ടും, ആരായാലും നേടുമെന്ന് ദൈവം പറയുന്നു. ആരായാലും ലഭിക്കും. ഇവിടെയുള്ള നിങ്ങളും ആരായാലും അതിൽ ഉൾപ്പെടും. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ആരും ഇതിൽ ഉൾപ്പെടാതിരിക്കില്ല. ഞാൻ പറയാൻ പോകുന്നത് മനസ്സിലാക്കാനുള്ള പക്വത നിങ്ങൾക്കുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടേത് മുഷിപ്പൻ ജീവിതമാണെങ്കിൽ തെറ്റ് നിങ്ങളുടേതാണ്. ജോയ്സ്, ഞങ്ങൾ എന്താണ് നേരിടുന്നതെന്ന് നിങ്ങൾക്കറിയില്ല എന്ന് പറയാനാവില്ല. ഞാൻ എന്തൊക്കെ സഹിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയില്ല. രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ എനിക്കെല്ലാം ഒരു പാക്കേജായി കിട്ടിയതാണ് ഈ മിനിസ്ട്രി എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നും കൂടി വരുന്നുണ്ട്. ഞാൻ ചെയ്യുന്നത് ചെയ്യണമെങ്കിൽ സാത്താൻ ഇനിയും നിങ്ങളെ വിരട്ടാൻ തുടങ്ങിയിട്ടില്ല. യോഹന്നാൻ 3:16 തന്റെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു.
പറയൂ, ഏവനും. വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കും. ദൈവം നമ്മോട് വിശ്വസിക്കാനാണ് പറയുന്നത്. തീർച്ചയായും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുസരിക്കുകയും ചെയ്യും. 1 യോഹന്നാൻ 5:4 ന്യൂ ലിവിംഗ് ടെസ്റ്റമെന്റ്. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ദൈവത്തിൻ്റെ ഓരോ മക്കൾക്കും പിശാചിൻ്റെ മേൽ അധികാരമുണ്ട്. ദൈവത്തിൻ്റെ ഓരോ മക്കൾക്കും ദൈവത്തിൻ്റെ ശക്തി മുഴുവനായുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ ഭവനമാകുന്നു. അവൻ നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങൾ തലയാകുന്നു, വാലല്ല. മുകളിലാകുന്നു, താഴെയല്ല. നിങ്ങൾ ഒന്നിൻ്റെയും താഴെയല്ല, എല്ലാറ്റിൻ്റെയും മുകളിലാണ്. വെളിപ്പാട് 22:17 കിങ് ജെയിംസ് ആണിത്. വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു. കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ ഏവനും വരട്ടെ. ഏവനും വരട്ടെ. പറയൂ, ഏവനും വരട്ടെ. ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ഇതിനായി ഞാൻ സമയമെടുക്കുന്നു, കാരണം ഇത് നിങ്ങളുടെ തലച്ചോറിൽ പതിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും മോശമായി വേദനിച്ച വ്യക്തി എന്ന് യാതൊരു പ്രത്യേകതയും നിങ്ങൾക്കില്ല. നിങ്ങൾ എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടെങ്കിലും ഈ മുറിയിൽ ചിലപ്പോൾ നിങ്ങളെക്കാൾ വേദനിക്കുന്ന മറ്റാരെങ്കിലും ഉണ്ടായിരിക്കും. ഞാൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന വിഷയം ജിഞ്ചർ കാണിച്ച ഫോട്ടോയിലുള്ള പെൺകുട്ടികളോട് ജനങ്ങൾ കാണിച്ച ക്രൂരതയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റേത് ഒന്നുമല്ല എന്നെനിക്ക് തോന്നി. ഈ പെൺകുട്ടികളിൽ ചിലരെ പുരുഷന്മാർ ഒരു ദിവസം 20-30 പ്രാവശ്യം ലൈംഗിക വീഴ്ച നടത്തിയിട്ടുണ്ട്. രാവും പകലും തുടർച്ചയായി പീഡിപ്പിക്കപ്പെടുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? അവരുടെ കണ്ണുകൾ കുഴിഞ്ഞിരിക്കുന്നു. സാത്താൻ എന്നോട് ചെയ്തതിന് ഞാൻ അവന് പകരം വിട്ടുന്നത് ഇതുപോലെയുള്ള പെൺകുട്ടികളെ സ്വതന്ത്രരാക്കാൻ സഹായിക്കുന്നതിലൂടെയാണ്. കൂടാതെ ആരെങ്കിലും വേദനിപ്പിക്കപ്പെടുമ്പോൾ അതിനോട് പ്രതികരിക്കാതെ ആരും വെറുതെ ഇരിക്കരുത്. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിൽ നിന്ന് അകറ്റിയാൽ മറ്റുള്ളവരെക്കുറിച്ച് നിങ്ങൾ കൂടുതലായി ചിന്തിക്കും. നിങ്ങൾ കൂടുതൽ സന്തുഷ്ടരാവുകയും ചെയ്യും. റോമർ 10:13 ഏവനും ദൈവനാമത്തെ വിളിച്ചപേക്ഷിക്കുന്നു ഏവനും രക്ഷിക്കപ്പെടുന്നതായിരിക്കും. ഏവനും. ഞാൻ വചനം വായിക്കുമ്പോൾ ആരെ രക്ഷിക്കണം, ആരാണ് നരകത്തിലേക്ക് പോവുക എന്ന് ദൈവം തിരഞ്ഞെടുക്കുന്നു എന്നെഴുതിയിരിക്കുന്ന നിയമം മനസ്സിലാക്കാൻ എനിക്ക് പ്രയാസമായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ രക്ഷയെക്കുറിച്ചുള്ള അറിവ് എല്ലാവരും അറിയണം എന്നതാണ് ദൈവത്തിന് ഇഷ്ടം എന്ന് പറഞ്ഞിരിക്കുന്നത്. അർത്ഥമില്ലാതാവില്ലേ? നമുക്കൊരു ചോയ്സ് ഉണ്ട്. നിങ്ങൾ യേശുക്രിസ്തുവിന് നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചിട്ടില്ലെങ്കിൽ തീരുമാനം നിങ്ങളുടേതാണ്. ഇനിയും നിങ്ങൾക്ക് ഏകരായി, പൊള്ളയായി, നഷ്ടപ്പെട്ടവരായി ജീവിക്കാം. അല്ലെങ്കിൽ ഈ മീറ്റിംഗിൻ്റെ അവസാനം നിങ്ങളോടൊത്ത് പ്രാർത്ഥിക്കും എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം. എന്നിട്ട് പുതിയൊരു ജീവിതം ആരംഭിക്കാം. ഇതൊരു യാത്രയാണ്. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ദൈവവചനം നിങ്ങൾ പഠിക്കണം. ദൈവികമല്ലാത്ത ചില പ്രവൃത്തികൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കണം. എന്നാൽ ഒന്നിനും നിങ്ങളെ സഹായിക്കാതെ ദൈവം ഒരു കാര്യവും നിങ്ങളോട് ചെയ്യാൻ പറയില്ല. ആമേൻ. എല്ലാ പ്രവാചകന്മാരും അവനെക്കുറിച്ച് സാക്ഷീകരിച്ചിരിക്കുന്നു. എല്ലാവരും. അവനിൽ വിശ്വസിക്കുന്നവൻ, അവനിൽ ആശ്രയിക്കുന്നവൻ, അവനെ മുറുകെ പിടിക്കുന്നവൻ, അവനെ സ്വയം സമർപ്പിക്കുന്നവൻ, അവന് യേശുവിൻ്റെ നാമത്തിൽ ക്ഷമ ലഭിക്കും. ഏവനും ഏവനും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യാനാവുന്ന ഏറ്റവും നല്ല കാര്യം എന്താണെന്നറിയാമോ? കഴിയുന്നത്ര മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക എന്നതാണ്.
യേശു പറഞ്ഞു, ഇത് മർക്കോസ് 8:34 എഴുതിയിരിക്കുന്നു. യേശു പറഞ്ഞു, താണ ജീവിതം ഉപേക്ഷിച്ച് ഉയർന്ന ജീവിതത്തെ അന്വേഷിപ്പിൻ. ഒരിക്കൽ പാസ്റ്റർ ടോമി ഒരു സന്ദേശം നൽകി. എനിക്കത് ഓർമ്മയുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. അദ്ദേഹം പറഞ്ഞു, താഴ്ന്ന ജീവിതത്തിന് ഉയർന്ന വില കൊടുക്കേണ്ടി വരുമെന്ന്. വില കുറഞ്ഞ ആവേശത്തിന് പരീക്ഷകളെ തടയാൻ എനിക്ക് വയ്യ എന്ന് പറയുമായിരിക്കും. ഇല്ല, നിങ്ങൾക്ക് സാധിക്കും. ബൈബിൾ പറയുന്നു, നേരിടാൻ കഴിയാത്ത ഒരു പരീക്ഷയും താൻ ആർക്കും കൊടുക്കുകയില്ല എന്ന് ദൈവം പറയുന്നു. അവൻ നിങ്ങളെ സഹായിക്കും. എന്നാൽ വിലപേശാനാവാത്ത ചില കാര്യങ്ങളുമുണ്ട്. ദൈവഹിതപ്രകാരമുള്ള ഒരു നല്ല ജീവിതം ഉണ്ടാകണമെങ്കിൽ ഒന്നാമതായി, പണ്ട് നിങ്ങൾ അനുഭവിച്ച വേദനകൾക്ക് മറ്റുള്ളവർ പകരം ചെയ്യും എന്ന് പ്രതീക്ഷിക്കരുത്. നാം വേദനിപ്പിക്കപ്പെട്ടാൽ തീർച്ചയായും വിഷമമുണ്ടാവും. എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു, എന്നോട് അവർ കാണിച്ച ക്രൂരതയ്ക്ക് ഞാൻ പകരം വീട്ടും. അവരത് അർഹിക്കുന്നു. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്, മറ്റുള്ളവർ പ്രായശ്ചിത്തം ചെയ്യും എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. പല പുരുഷന്മാരും എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. ദേവിൽ നിന്ന് സഹതാപം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ അദ്ദേഹത്തിന് അത് സാധിച്ചില്ല. ഞാൻ അദ്ദേഹത്തോട് മര്യാദ കാണിച്ചില്ല. പുരുഷന്മാർക്ക് ഞാൻ അടങ്ങില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് ആർക്കും പറയാനാവില്ല. ഭാര്യ ഭർത്താവിന് കീഴടങ്ങണം എന്ന് പറഞ്ഞപ്പോൾ അതിനെന്നെ കിട്ടില്ല എന്ന് ഞാൻ വിചാരിച്ചു. കാരണം ആർക്കും കീഴടങ്ങി എൻ്റെ ജീവിതം മറ്റുള്ളവരുടെ നിയന്ത്രണത്തിന് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഒരുപക്ഷേ മോശമായ ഒരു വിവാഹ ജീവിതം നയിച്ചവർ ചുറ്റും ഒരു സുരക്ഷാ വലയമുണ്ടാക്കും. എന്തുകൊണ്ട്? എല്ലാവരും നിങ്ങളോട് അങ്ങനെ പെരുമാറും എന്ന പേടികൊണ്ട് സുരക്ഷാ നടപടികൾ എടുക്കും. എന്നാൽ യെശയ്യാവ് 61:7-8 വാക്യങ്ങളിൽ നമ്മുടെ പണ്ടത്തെ നാണക്കേടിന് ദൈവം 2 മടങ്ങ് പ്രതിഫലം തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറുപ്പത്തിലെ നാണക്കേടിന്, അങ്ങനെയാണ് ഞാൻ അതിനെ കണ്ടത്. കാരണം ഞാൻ നാണക്കേട് അനുഭവിച്ചു. പലപ്പോഴും മറ്റുള്ളവർ നമ്മെ വേദനിപ്പിക്കുമ്പോൾ അതിന് കാരണം നിങ്ങളാണെന്ന് സാത്താൻ നിങ്ങളോട് പറയും. കുറേ കാലം എൻ്റെ മനസ്സിൽ ഒരു ചിന്ത ആവർത്തിച്ചുകൊണ്ടേയിരുന്നു, എന്താണ് എൻ്റെ പ്രശ്നം, എന്താണ് എൻ്റെ പ്രശ്നം, എന്താണ് എൻ്റെ പ്രശ്നം. കാരണം എന്നെ പീഡിപ്പിച്ചത് ഒരാളല്ല, ഒരു അങ്കിൾ, ഒരു മുത്തശ്ശൻ, ഓഫീസിൽ ബോസ് എന്നെ പീഡിപ്പിക്കാൻ നോക്കി. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചു, എന്താണ് എൻ്റെ കുഴപ്പം? ഒരു ദുരാത്മാവ് എന്നെ വലയം വെക്കുന്നുണ്ടാവും. അതുകൊണ്ടാവും അച്ഛൻ എന്നെ പീഡിപ്പിച്ചത്. ഇതാണ് സാത്താൻ നമ്മെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത്. എന്താണ് എൻ്റെ കുഴപ്പം? നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് എൻ്റെ കുഴപ്പം? എന്തുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവരെ പോലെ ആവാത്തത്? എന്താണ് എൻ്റെ കുഴപ്പം? എന്താണ് എൻ്റെ കുഴപ്പം? ഇതാണ് സാത്താൻ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ദൈവത്തോട് നാം ബന്ധം സ്ഥാപിക്കുമ്പോൾ അവൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? അതാണ് നീതി. അവനുമായി നിങ്ങളെ നേരെയാക്കും. അതുകൊണ്ട് ഇനി നിങ്ങളുടെ മനസ്സിൽ എന്താണ് എൻ്റെ കുഴപ്പം എന്നുള്ള ഒരു ചിന്ത വരുമ്പോൾ വായ തുറക്കൂ. എന്നിട്ട് പറയൂ, ഇല്ല, എന്നെക്കുറിച്ച് പല നല്ല കാര്യങ്ങളുണ്ട്. എൻ്റെ എല്ലാ പോരായ്മകളെയും യേശു ഏറ്റെടുത്തു നടത്തി. എന്നിട്ട് അവൻ്റെ കൂടെ നിൽക്കാനുള്ള യോഗ്യത എനിക്ക് തന്നു. ശരിയായ കാര്യങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ ദിവസവും പഠിക്കുകയാണ്. ശരിയായ കാര്യങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കാനുള്ള നീതി ദൈവം നമുക്ക് തരും. രണ്ടാമത്തേത്, ഇപ്പോഴുള്ള നമ്മുടെ സ്ഥിതിക്ക് ആരെയും കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ് നിനക്ക് ഈ സ്ഥിതി ഉണ്ടായതെന്ന് അവർ ചോദിക്കും. പക്ഷേ ഈ അവസ്ഥയിൽ തുടരാനുള്ള ഒരു ഒഴിവ് കഴിവല്ല അത്. ഞാനിപ്പോൾ പറഞ്ഞത് വളരെ നല്ലതാണ്, പറഞ്ഞു കഴിഞ്ഞെങ്കിൽ പോലും. അതിന് കാരണം പലപ്പോഴും ഞാൻ പീഡിപ്പിക്കപ്പെട്ടു, വളരെയധികം വേദനിപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് എൻ്റെ പെരുമാറ്റം മോശമായി.
എതിർക്കുന്ന സ്വഭാവമുണ്ടായി. എന്റെ തോളിൽ ഒരു ചിപ്പുണ്ടായിരുന്നു. ഈ ലോകം എനിക്ക് കടപ്പെട്ടിരിക്കുന്നു. ദൈവം എന്നെ ശരിയാക്കാൻ നോക്കുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞു, ഒരു ഡോഗിനോട് പോലും എന്നോട് ചെയ്തതുപോലെ പെരുമാറരുതേ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ദൈവം നമ്മുടെ ഹൃദയത്തിൽ സംസാരിക്കും. നമ്മോട് ദൈവം നേരിട്ട് പറയില്ല, പകരം നാം കാര്യങ്ങൾ അറിയും. ദൈവം എന്നോട് പറയുന്നത് ഞാൻ അറിഞ്ഞു. അതെ, അതാണ് നീ ഇങ്ങനെ പെരുമാറുന്നത്. പക്ഷെ അത് തുടരാൻ ഇതൊരു ഒഴിവ് കഴിവാക്കരുത്. ഇതാണ് ഇന്നത്തെ സന്ദേശം. നിനക്ക് സംഭവിച്ചത് എന്തു തന്നെ ആയിരുന്നാലും, അത് നിന്നെ എന്തുമാത്രം വേദനിപ്പിച്ചെങ്കിലും നീ അങ്ങനെ തുടരണമെന്നില്ല. ദൈവം പറയുന്നത് പോലെ പ്രവർത്തിക്കാൻ സന്നദ്ധരായ ഇവിടെയുള്ള എല്ലാവരോടും ദൈവം ഒരു വാക്ക് തരുന്നു. ജോയ് സി മേയർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യാൻ സാധ്യമാക്കിയത്.